സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയും ശക്തമായ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയും തുടരുന്ന സാഹചര്യത്തിൽ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം കടുപ്പിച്ചു. പടിഞ്ഞാറൻ മേഖലയായ ത്വായിഫിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഉണ്ടായ കനത്ത മഴയെ തുടർന്ന് വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയും ശക്തമായ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയും തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം കടുപ്പിച്ചിട്ടുമുണ്ട്. പടിഞ്ഞാറൻ മേഖലയായ ത്വായിഫിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരമുണ്ടായ കനത്ത മഴയെ തുടർന്ന് വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ജനവാസ മേഖലകളിൽ ഉൾപ്പെടെ വൻതോതിൽ പ്രളയജലം കുതിച്ചൊഴുകിയതോടെ ത്വായിഫിലെ പ്രധാന റോഡുകളും ഇടവഴികളും പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. താഴ്വരകളിൽ രൂപപ്പെട്ട ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ പാതയോരങ്ങളിൽ നിർത്തിയിട്ടിരുന്നതും സഞ്ചരിച്ചിരുന്നതുമായ നിരവധി വാഹനങ്ങളാണ് ഒലിച്ചുപോയത്. പ്രളയസമാനമായ അന്തരീക്ഷവും വ്യാപക നാശനഷ്ടങ്ങളും വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ഇതിനകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുമുണ്ട്. അതിനിടെ പ്രവിശ്യകളിൽ മഴ മുന്നറിയിപ്പ് ശക്തമാക്കി മക്ക, അൽബാഹ, അസീർ തുടങ്ങിയ മേഖലകളിലും ത്വായിഫ് ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിലും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. മേഖലകളിൽ പ്രതികൂല കാലാവസ്ഥ തുടരുമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പൗരന്മാരും രാജ്യത്തുള്ള വിദേശികളും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ അഭ്യർത്ഥിച്ചത്. സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തര സുരക്ഷാ മുന്നറിയിപ്പുമായി സിവിൽ ഡിഫൻസും രംഗത്തെത്തിയിട്ടുണ്ട്. കനാലുകൾ, തോടുകൾ, അരുവികൾ, താഴ്വരകൾ, വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുജനങ്ങൾ പൂർണ്ണമായും അകന്നു നിൽക്കണമെന്ന് സിവിൽ ഡിഫൻസും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകട സാധ്യതയുള്ള മേഖലകളിലേക്ക് ഇറങ്ങരുതെന്നും നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും സുരക്ഷാ വിഭാഗം മുന്നറിയിപ്പും നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.